ഹായ് ഓൾ, വെൽക്കം ടു റിയാസ് ഡെയിലി വ്ലോഗ്. സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നിതാ ഞാൻ ഒരു ചെമ്മീൻ കറി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. സാധാ ഒരു ചെമ്മീൻ കറി, നമ്മുടെ ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ അത് ചട്ടിയിൽ കുറച്ച് വെള്ളവും ചെമ്മീനും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം അതും എല്ലാം കൂടിയിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വെള്ളം അത്യാവശ്യം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് അത് കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ചതച്ചു വെച്ച ഉള്ളി ആഡ് ചെയ്യുക, ചെറിയ ഉള്ളി കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചെമ്മീൻ ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഉള്ളി ചതച്ച് വെച്ച ഉള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വഴറ്റി ഏകദേശം ഒരു അത്യാവശ്യം ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി, ഞാൻ കാശ്മീരി ഇടുന്നത്, മോൾക്ക് എരിവ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കാശ്മീരി ആണ് ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇതിൽ വേണമെങ്കിൽ തക്കാളി ചേർക്കാം കേട്ടോ. ഒരു തക്കാളി ചേർക്കാം, ഗ്രേവി ആവശ്യമാണെങ്കിൽ മാത്രം. ഇവിടെ ഞാൻ ചേർക്കുന്നില്ല, നമുക്കിങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ചെമ്മീൻ അതിലോട്ട് ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം അടച്ച് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം കഴിക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.